ഭൂമിയിൽ 5 മഹാസമുദ്രങ്ങളാണുള്ളത്. ഇതിൽ പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക്, സതേൺ ഓഷ്യൻ എന്നിവയുടെ പേരുകൾ പരിശോധിച്ചാൽ അവയൊന്നും ഒരു പ്രത്യേക രാജ്യത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടതല്ലെന്ന് കാണാം. എന്നാൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമുദ്രം അറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രം എന്നാണ്. എന്തുകൊണ്ടാണ് ആഫ്രിക്കയോ ഓസ്ട്രേലിയയോ ഇന്തോനേഷ്യയോ പോലെ ഈ സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് 40ഓളം രാജ്യങ്ങളുടെ പേരുകൾ പരിഗണിക്കപ്പെടാതെ ഇന്ത്യയുടെ പേര് മാത്രം ഇതിന് ലഭിച്ചത്? ഇത് വെറും ഒരു യാദൃശ്ചികതയാണോ, അതോ കൃത്യമായ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ? നമുക്കിതൊന്ന് ഡീകോഡ് ചെയ്യാം. വെൽക്കം ടു ദി നൈൽ ഡീകോഡ്സ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ്, അതായത് ലോകം നാഗരികതയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന കാലത്ത്, ഭാരതത്തിൽ സിന്ധു നദീതട നാഗരികത അതിന്റെ അത്യുന്നതിയിലായിരുന്നു. അക്കാലത്തെ മനുഷ്യർ കേവലം കൃഷിക്കാർ മാത്രമായിരുന്നില്ല, അവർ സാഹസികരായ നാവികരായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ സജീവമായ സമുദ്ര വ്യാപാരങ്ങൾ നടന്നിരുന്നു എന്നതിന് വ്യക്തമായ പുരാവസ്തു തെളിവുകളുണ്ട്. ഗുജറാത്തിലെ ലോത്തൽ എന്ന സ്ഥലത്ത് കണ്ടെത്തിയ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ തുറമുഖം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. അക്കാലത്ത് മെസപ്പൊട്ടോമിയയുമായും ഈജിപ്തുമായും വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന ഏക പ്രധാന ശക്തി ഇന്ത്യയായിരുന്നു. ഈ പ്രദേശം വിദേശികൾക്ക് ഇൻഡസ് അല്ലെങ്കിൽ ഹിന്ദ് ആയിരുന്നു. സ്വാഭാവികമായും ആ നാടിനോട് ചേർന്ന് കിടക്കുന്ന വിശാലമായ കടലിനെ അവർ ഇന്ത്യൻ കടൽ എന്ന് വിളിച്ചു. ലോക ഭൂപടം ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കേ അതിർത്തിയിൽ ഇന്ത്യയെ പോലെ ഇത്രയും വലിയൊരു തീരപ്രദേശമുള്ള മറ്റൊരു രാജ്യമില്ല. സമുദ്രത്തിന്റെ വടക്കൻ ഭാഗത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ പാകത്തിൽ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു വലിയ ഭൂപ്രദേശം ഇന്ത്യ മാത്രമാണ്. ഈ ഭൂമിശാസ്ത്രപരമായ ആധിപത്യം കാരണമാണ് പണ്ടുകാലം മുതലേ നാവികർക്കും ഭൂപട നിർമ്മാതാക്കൾക്കും ഈ സമുദ്രത്തെ ഇന്ത്യയുടെ പേരുമായി ബന്ധിപ്പിക്കാൻ എളുപ്പമായത്. പ്രാചീന ലോകത്തും മധ്യകാലഘട്ടത്തിലും ഇന്ത്യൻ മഹാസമുദ്രം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സാമ്പത്തിക ഇടനാഴിയായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും പരുത്തിയും രത്നങ്ങളും ഔഷധങ്ങളും തേടി അറബ് വ്യാപാരികളും റോമൻ കപ്പലുകളും ചൈനീസ് യാത്രികരും എല്ലാം എത്തിച്ചേർന്നത് ഇന്ത്യൻ തുറമുഖങ്ങളിലാണ്. ലോക വ്യാപാരത്തിന്റെ കേന്ദ്രബിന്ദു ഇന്ത്യയായതുകൊണ്ട് ഈ കച്ചവടപാതകൾ അറിയപ്പെട്ടത് ഇന്ത്യയിലേക്കുള്ള വഴികൾ എന്നാണ്. ഈ സാമ്പത്തിക ആധിപത്യമാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന പേരിന് കൂടുതൽ കരുത്ത് നൽകിയത്. വെറുമൊരു കച്ചവടം എന്നതിലുപരി സാംസ്കാരികമായി ഇന്ത്യ ഈ സമുദ്രത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യ, കംബോഡിയ, വിയറ്റ്നാം, തായ്ലൻഡ് എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യയുടെ കല, മതം, ഭാഷ, വാസ്തുവിദ്യ എന്നിവയെല്ലാം പടർന്നത് ഈ സമുദ്രത്തിലൂടെയാണ്. ഇന്നും അവിടെ നിലനിൽക്കുന്ന ഹൈന്ദവ ബുദ്ധമത സ്വാധീനങ്ങളും വലിയ ക്ഷേത്രങ്ങളും ഇതിന് തെളിവാണ്. നമ്മുടെ ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും ഈ സമുദ്രത്തിലൂടെയാണ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ എത്തിയത്. വാസ്തുവിദ്യ മുതൽ ഭാഷ വരെ ഇന്ത്യ ആ രാജ്യങ്ങളിൽ വലിയൊരു അടയാളം അവശേഷിപ്പിച്ചു. ഒരു സമുദ്രം ഒരു സംസ്കാരത്തെ മുഴുവൻ ഒരു വൻകരയിൽ നിന്ന് മറ്റൊന്നിലേക്ക് വഹിച്ചുകൊണ്ടു പോകുമ്പോൾ ആ സംസ്കാരത്തിന്റെ ഉറവിടമായ രാജ്യത്തിന്റെ പേര് ആ സമുദ്രത്തിന് ലഭിക്കുക എന്നത് സ്വാഭാവികമാണ്. 15ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ നാവികർ ഇന്ത്യയിലേക്കുള്ള കടൽമാർഗം കണ്ടെത്തിയതോടെ ഈ സമുദ്രത്തിന് ലോകവ്യാപകമായ ഒരു പേര് ആവശ്യമായി വന്നു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും തങ്ങളുടെ ഭൂപടങ്ങളിൽ ഈ സമുദ്രത്തെ ഓഷ്യാനസ് ഓറിയന്റാലിസ് ഇൻഡിക്കസ് എന്ന് അടയാളപ്പെടുത്തി, അതായത് ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ. പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കാലത്ത് ഇന്ത്യ അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള കോളനിയായി മാറിയതോടെ ഇന്ത്യൻ ഓഷ്യൻ എന്ന പേര് അന്താരാഷ്ട്ര തലത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു. ലോകമെമ്പാടുമുള്ള മാപ്പുകളിൽ ഇന്നും ഈ പേര് മാറ്റമില്ലാതെ തുടരുന്നതിന് പ്രധാന കാരണം ഈ ആഗോള അംഗീകാരമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലും ഈ സമുദ്രത്തിൽ ഇന്ത്യക്കുള്ള സ്വാധീനം കുറഞ്ഞിട്ടില്ല. ആഗോളതലത്തിൽ നടക്കുന്ന എണ്ണ വ്യാപാരത്തിന്റെ 80% ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഭൂമിശാസ്ത്രപരമായും സൈനികമായും ഇന്ത്യ ഈ സമുദ്രത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഇന്നും തുടരുന്നു. അന്തമാൻ നിക്കോബാർ ദ്വീപുകളും നമ്മുടെ നാവികസേനയും ഈ ജലപാതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഈ മേഖലയിലെ പല ചെറിയ രാജ്യങ്ങൾക്കും സുരക്ഷ നൽകുന്നതിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും ഇന്ത്യ ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറായി പ്രവർത്തിക്കുന്നു. ഒരു രാജ്യത്തിന്റെ പേരിൽ ഒരു മഹാസമുദ്രം അറിയപ്പെടുന്നത് ആ രാജ്യത്തിന്റെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു എന്നാണ് ആധുനിക രാഷ്ട്രീയം പറയുന്നത്. ഇന്ത്യ അത് കൃത്യമായി നിർവഹിക്കുന്നുമുണ്ട്. ഈ തന്ത്രപരമായ സാന്നിധ്യം ഇന്ത്യൻ മഹാസമുദ്രം എന്ന പേരിനെ 21ാം നൂറ്റാണ്ടിലും അർത്ഥവത്താക്കുന്നു. ചുരുക്കത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് ഇന്ത്യയുടെ പേര് ലഭിച്ചത് കൃത്യമായ 6 കാരണങ്ങളാലാണ്. അതിതൊക്കെയാണ്:
ഒന്ന്, നമ്മുടെ പുരാതന നാവിക പാരമ്പര്യം. 2, സമുദ്രത്തിന്റെ വടക്കൻ ഭാഗത്തെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം. 3, ലോക വ്യാപാരങ്ങളിൽ ഇന്ത്യ നേടിയ സാമ്പത്തിക ആധിപത്യം. 4, സമുദ്രത്തിനപ്പുറത്തേക്ക് വളർന്ന നമ്മുടെ സാംസ്കാരിക സ്വാധീനം. 5, യൂറോപ്യൻ നാവികർ നൽകിയ ആഗോള അംഗീകാരം. 6, ഇന്നത്തെ കാലത്ത് നമ്മുടെ തന്ത്രപരമായ കരുത്ത്. നമ്മുടെ ഈ നാട് ലോകത്തിന് നൽകിയ സംഭാവനകളുടെ വലിയൊരു അടയാളമാണ് ഈ സമുദ്രം. അതുകൊണ്ട് തന്നെ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു വലിയ കാര്യമാണിത്. ഈ ഡീകോഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.